അവൻ ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജോബ് ചാപ്റ്റർ 8:6. അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. ആമേൻ, സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ തിരുവചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം. യോബിന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പുസ്തകമാണ്. സ്തോത്രം. യോബ് ആരായിരുന്നുവെന്ന് നമ്മൾ പലപ്പോഴായി വായിച്ചും അവൻ ദൈവവചനം കേട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യോബ് കടന്നുപോയ അവസ്ഥയും നമുക്കറിയാം. സ്തോത്രം. അവൻ ആരും നിഷ്കളങ്കനും നിർമ്മലനും ദൈവം സാക്ഷീകരിച്ച അവൻ ദൈവവചനത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യോബ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അത്രമാത്രം ദൈവസന വിശുദ്ധിയോടെ അവൻ സാക്ഷ്യത്തോടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ യോബ്. സ്തോത്രം. എന്നാൽ തന്റെ ജീവിതത്തിൽ അവൻ ദൈവം അവൻ പിശാചിന് അവസരം കൊടുത്തു. അവൻ തന്നെ തൊടുവാൻ അവസരം കൊടുത്തു. തന്റെ നന്മയിൽ തൊട്ടു, തന്റെ തലമുറയെ തൊട്ടു. തന്റെ പ്രാണൻ ഒഴികെ, തന്റെ ജീവൻ ഒഴികെ ബാക്കിയുള്ള സകലത്തിന്റെ പേരും അവൻ ശത്രു അവൻ പ്രവർത്തിച്ചു. അവൻ അവിടെ ഒന്നും അവൻ യോബ് ആരെ തള്ളി പറഞ്ഞില്ല, തന്റെ ദൈവത്തെ തള്ളി പറഞ്ഞില്ല എന്നുള്ള വലിയൊരു കാര്യം ഈ യോബിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളെ, അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അവൻ തന്റെ കഷ്ടത ചെറുതായിരുന്നില്ല, തന്റെ പ്രയാസം ചെറുതായിരുന്നില്ല. ആരും അനുഭവിക്കാത്ത അവൻ വലിയ വേദനയിലൂടെ താൻ കടന്നുപോയപ്പോ അവൻ എത്രത്തോളം വേദന വർദ്ധിക്കുന്നു അത്രത്തോളം ദൈവത്തോട് അടുത്തു. സ്തോത്രം. ഇന്ന് സന്ധ്യയ്ക്ക് ദൈവമക്കള് നമ്മുടെ വേദനകൾ ദൈവത്തോട് അടുക്കുന്നതായിരിക്കണം. നമ്മുടെ കഷ്ടതകൾ ദൈവത്തോട് അടുക്കുന്നതായിരിക്കണം. അവന് കഷ്ടതയിലായത് ഗുണം തന്നെ ആയിരിക്കണം. ദൈവത്തിന്റെ കൽപ്പന പഠിച്ചുകൊണ്ട് കൽപ്പനയിൽ നിൽക്കാൻ, അവൻ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കാൻ ദൈവം ഇടയാക്കും. ശരിയല്ലേ? ചെറിയ വേദനകളൊക്കെ വരുമ്പോഴല്ലേ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക. സ്തോത്രം. എല്ലാം ഓക്കെയാണ്, പ്രാർത്ഥിക്കുവോ? സ്തോത്രം. എല്ലാം ഓക്കെയാണ്, ആരാധനയുണ്ടോ? ഇല്ല. ദൈവമക്കള് അല്പം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അല്പസമയം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദൈവം തന്റെ ഭാവി ഭക്തനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ തകർന്നു പോകാനോ അവൻ അനുവദിക്കത്തില്ല. അവൻ കുഴിയിലിറങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ദൈവം ഒരു ഭക്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കളമലയോടെ നിൽക്കുന്നവന്, നിർമ്മലതയോടെ നിൽക്കുന്നവന് ദൈവത്തിന് ആവശ്യമുണ്ട്. അവനിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. യോബ് വലിയ കഷ്ടതയിലൂടെ കടന്നുപോയി. തന്റെ വാക്കുകളിൽ പലതും വന്നു. തന്റെ വേദനകൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിലവിളികൾ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബിൽദാദ് ഉത്തരം പറഞ്ഞ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. യോബ് ദൈവസഭ തന്റെ വേദന സ്തോത്രം. അതിന് മുമ്പുള്ള 7 വരെയുള്ള അധ്യായം പഠിക്കുമ്പോൾ യോബ് കടന്നുപോയ അവസ്ഥകളെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്ര. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്ര. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. വളരെ പ്രതികൂലത്തിലൂടെ യോബ് കടന്നുപോയി. 7-ന്റെ സ്തോത്രം 5 ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു, എന്റെ ത്വക്കിൽ പുൻവായികൾ അടഞ്ഞു വീണ്ടും പുഴുത്ത് പൊട്ടുന്നു. ദൈവമക്കളെ, അങ്ങനെ താഴോട്ട് വായിച്ചാൽ യോബ് കടന്നുപോയ യോബിന്റെ പ്രതിസന്ധിയുടെ സ്തോത്രം ഏറ്റവും മൂർച്ഛമായ അവസ്ഥ, ഏറ്റവും ഭാരമായ അവസ്ഥ അവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. യോബ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ, യോബ് ദൈവത്തോട് പലതും ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ടിട്ട് അവിടെ സ്തോത്രം ശൂഹനായ ബിൽദാദിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഉത്തരം പറയുക. സ്തോത്രം. ദൈവത്തോട് ചോദിക്കുന്ന സമയം, നിന്റെ വേദനയുടെ സമയത്ത്, സങ്കടങ്ങളുടെ സമയത്ത് ദൈവത്തോട് ചോദിക്കുമ്പോ ദൈവം ഉത്തരം പറയാൻ ആരെയെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ച് നിനക്ക് കിട്ടേണ്ട ഉത്തരം ദൈവസഭയിൽ കിട്ടുക തന്നെ ചെയ്യും. യോബിനോട് ഉത്തരം ലഭിക്കും. അതിൽ ഒന്നാം വാക്യം, അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്ന് അവൻ പറഞ്ഞുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വായിച്ചൊരു വാക്യമാണ്. അവിടെ ഉത്തരം പറയും, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി. കണ്ടോ? അപ്പൊ യോബ് ആരായിരുന്നു? നേരുള്ളവൻ തന്നെയായിരുന്നു. അവൻ യോബ് ആരായിരുന്നു? നിർമ്മലൻ തന്നെ ആയിരുന്നു.
യോബ് ആരായിരുന്നു? നിഷ്കളങ്കൻ തന്നെയായിരുന്നു. പിന്നെയും ആ യോബിനോട് ദൈവം പറയുക, അങ്ങനെയുള്ളവനാണെങ്കിൽ സ്വോത്രം. എന്താ കാരണം? അവൻ സ്വോത്രം തന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ ആരെങ്കിലും തന്റെ ജീവിതത്തില് അവൻ നിർമ്മലത അവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവൻ തന്റെ കഷ്ടതയുടെ നടുവിൽ, തന്റെ വേദനയുടെ നടുവിൽ അവൻ തന്റെ നിഷ്കളങ്കത്വം നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവൻ നന്ദിയോടെ സ്തോത്രം അവൻ നേരുള്ളവനായി തന്നെ ദൈവസന്നിധിയിൽ നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ അവൻ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നപ്പോ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി. അത് ദൈവം അറിഞ്ഞിട്ട് അവൻ ദൈവത്തിന്റെ ആത്മാവ് ഉത്തരം പറയുക. പലരും ദൈവസന്നിധിയിൽ അകന്നു പോയതിന്റെ ഒരു കാരണം എന്താ? ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലം, അവൻ ജീവിതത്തിൽ കടന്നു വന്നപ്പോ, അവൻ പ്രതിസന്ധി കടന്നു വന്നപ്പോ അവിടെ ആരെയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ ദൈവസന്നിധിയിൽ അവൻ നേരോടെ നിൽക്കേണ്ടവ ദൈവസന്നിധി വിട്ടുമാറേണ്ട സാഹചര്യം വന്നില്ലേ? പലരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലേ? എന്നാൽ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അവൻ നേരുള്ളവനായി തന്നെ നിൽക്കണമെന്നോ, നിർമ്മലനായി നിൽക്കണമെന്നോ, നിഷ്കളങ്കതയോട് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോ ഈ സന്ധ്യയിൽ ഈ ഹോളിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതല്, നിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ നിൽക്കണ്ട. ശുവിന്റെ നാമത്തെ ജയമെടുക്കും. നീ നിർമ്മലനായി നിൽക്കാനാ, അവൻ നീ നേരോടെ നിൽക്കാനാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറും ബന്ധിക്കോസുകാരാ അവൻ പേരിന് അവൻ ബന്ധിക്കോസിനകത്ത് ആയിട്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവൻ നിർമ്മലതയോടെ നിൽക്കണം, നിഷ്കളങ്കതയോടെ നിൽക്കണം, നേരോടെ നിൽക്കണം. സ്വോത്രം. ആമേൻ. അങ്ങനെ നിൽക്കുമ്പോ അവൻ നിനക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം ഉണർന്നു പ്രവർത്തിക്കുന്നത് എപ്പോഴാ? നിന്റെ നിർമ്മലത, നിന്റെ നേര്. ദൈവ സന്നിധിയിൽ ഇന്ന് രാത്രി തിരുമേശയുടെ മുമ്പാകെ നാം ഇരിക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇന്ന് രാത്രി ഇപ്പോൾ നീ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്കറിയത്തില്ല, നിന്റെ അടുത്തിരിക്കുന്നവർക്കറിയത്തില്ല, നിന്റെ കൂടെയുള്ളവർക്കറിയത്തില്ല. നിന്റെ നേരറിയുന്നവൻ ദൈവമാ. അവൻ നിന്റെ നിഷ്കളങ്കത അറിയുന്നവൻ ദൈവമാ. നിന്റെ നിർമ്മലത അറിയുന്നവൻ ദൈവമാ. സ്വോത്രം. ആമേൻ. സ്വോത്രം. രക്തത്താലും വചനത്താലും ജയമെടുക്കും ആ ദൈവം ഉണർന്നു പ്രവർത്തിക്കണോ? ഇന്ന് രാത്രി ദൈവം ഉണർന്നു പ്രവർത്തിക്കുക തന്നെ ചെയ്യൂ. നീ വളരെ കാലത്തിലൂടെ കടന്നുപോയി. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത വേദന തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, അവൻ നിന്റെ നിർമ്മലത നഷ്ടപ്പെടുത്തരുത്, നിന്റെ നേര് നഷ്ടപ്പെടുത്തരുത്. അതിലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, അതിലെ എനിക്ക് ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവവൈതല് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൈവജനത്തോട് വ്യക്തമായി പറയുന്നത്, ദൈവം ഉണർന്ന് നിനക്ക് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നീ നേരോടെ നിൽക്കണം. നീ നിർമ്മലതയോടെ നിൽക്കണം. നീ നേരോടെ നിന്നോ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കും. ഇന്ന് രാത്രി വചനം കേട്ട ഒരു തീരുമാനം എടുക്കാമോ? എവിടെങ്കിലും ജീവിതത്തിൽ വീഴ്ച പറ്റിയെങ്കിൽ വചനത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി മടങ്ങുക. ദൈവമേ, അങ്ങയുടെ സന്നിധി ഞാൻ നേരോടെ നിൽക്കും, ഞാൻ നിർമ്മലതയോടെ നിൽക്കും. ദൈവം ഉണരും, ദൈവം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവൻ സ്വോത്ര ഹല്ലേലൂയ. അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ആമേൻ. സ്വോത്രം. സർവശക്തനായ ദൈവം, ഉണർന്നിരിക്കുന്ന ദൈവം, ഉണർന്നിരിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ആരാ? ആ ദൈവം ഉണർന്നിരിക്കുന്ന ദൈവമാണ്. അനേക ദൈവങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ അനേക ദൈവങ്ങൾക്ക് മൂക്കില്ല. അവന് മൂക്കുണ്ടോ? അവന് ഉണ്ട്. മണമുണ്ടോ? ഇല്ല. ചെവിയുണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഇല്ല. വായുണ്ടോ? ഉണ്ട്. സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് രാത്രി നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവം അവൻ നിരന്തരം ഉണർന്നിരിക്കുന്ന ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി ഇപ്പോൾ ഉണരും. എപ്പം? നിന്റെ നിർമ്മലത, നിന്റെ നേര് ദൈവസന്നിധിയിൽ എത്തുമ്പോ. ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന ദൈവം നീ നേരോടെ പ്രാർത്ഥിക്കണം.
നിർമ്മലതയോടെ ആരാധിക്കണം, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം, വിശുദ്ധിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചുമ്മാ അങ്ങ് വന്ന് പോയാൽ കഴിയത്തില്ലെന്ന് അതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി എന്തെങ്കിലുമൊക്കെ ആയെന്ന് പറഞ്ഞോണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന കാര്യം നടക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യര്, സ്നാനപ്പെട്ട ദൈവവൈദ്യര്, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാ, നേരോടെ നിന്ന് ദൈവത്തിന്റെ പ്രവർത്തിക്കാറ്. ദൈവം നിനക്ക് വേണ്ടി ഉണരും. നിർമ്മലതയോടെ ദൈവത്തെ ആരാധിക്കുക. അവന്റെ വിശുദ്ധ ജീവിതം വളരെ സൂക്ഷിച്ച് ദൈവസന്നിധി മുൻപോട്ട് പോകണം. ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നുവരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. യെശയ്യാവിന്റെ പ്രവചനം 51 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? 10 വായിലെ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയും. വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീ അല്ലയോ? ഇന്ന് സന്ധ്യയ്ക്ക് സന്തോഷമുണ്ടോ? അവൻ നാം ആരാധിക്കുന്ന ദൈവം ആരാ? ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്താന്ന് മനസ്സിലായോ? സമുദ്രത്തെ അവൻ ഉണങ്ങിയ നിലവാക്ക്, ഉണങ്ങിയ അവൻ വഴിയിലൂടെ അവൻ തന്റെ ജനത്തെ നടത്തിയ ദൈവം. ആ ദൈവം എനിക്ക് വേണ്ടി ഉണർന്ന, ആ ദൈവം എനിക്ക് വേണ്ടി ഉണർന്ന ഇന്ന് രാത്രി നീ അഭിമുഖീകരിക്കുന്ന വിജയത്തിന്റെ മേൽ അവൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? നീ ഭാരപ്പെടുന്ന വിജയം എന്താ? നീ തകർന്നു പോകുമെന്ന് വിചാരിക്കുന്ന അവൻ പ്രശ്നങ്ങളെ നടുവിൽ ദൈവം പ്രവർത്തിക്കത്തില്ലേ? ദൈവം ഉണരുക തന്നെ ചെയ്യും. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു പോകുക. പൂർവകാലത്ത് പണ്ടത്തെ തലമുറകളിൽ എന്ന പോലെ ദൈവം ഒരു പൂർവകാലത്തും പണ്ടത്തെ തലമുറയിൽ ഉണർന്ന പ്രവർത്തിച്ച ദൈവം. ആ ദൈവത്തിന് ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോഴും ആ ദൈവം ഉണർന്നു തന്നെ ഇരിക്കുന്നത്. ദൈവം ഉണർന്നു തന്നെ ഇരിക്കുന്നെങ്കിൽ ആ ദൈവം എനിക്ക് വേണ്ടി ഉണരണമെങ്കിൽ നിർമ്മലതയോടെ ഞാൻ നിൽക്കണം, നേരോടെ ദൈവസനെ നിൽക്കണം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ആലയത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയുടെ ബന്ധത്തിൽ, എന്റെ വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നേരോടെ നിൽക്കണമെന്ന് പ്രിയ സഹോദരങ്ങള് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒന്നേ പറയാനുള്ളൂ. നിർമ്മലതയോടെ നിൽക്കണം. ആരെല്ലാം തള്ളി പറഞ്ഞു, യോബിനെ ആരെല്ലാം കൈവിട്ടു? യോബ് ദൈവത്തെ കൈവിട്ടോ? വിട്ടില്ല. ദൈവം യോബിന്റെ മേൽ പ്രവർത്തിച്ച് അവന്റെ നിഷ്കളങ്കത്വമായി, അവന്റെ നിർമ്മലതയായിരുന്നു, അവന്റെ നേരായിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഉണർന്ന് എന്റെ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ദൈവം നോക്കുന്നത് വെള്ള ഷർട്ടും കറുത്ത പാന്റുമല്ല, എന്റെ പുറമെയുള്ള ജീവിതമല്ല. ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിന്റെ അകത്തെ അവസ്ഥ, ഞാൻ ഹൃദയം കൊണ്ട് എത്രമാത്രം ദൈവത്തിന്റെ സന്നിധി നേരോടെ നിൽക്കുന്നു, നേരോടെ ദൈവത്തിന് നിൽക്കാൻ കഴിയുന്നു. ദൈവ വേലയോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ നേരെ എങ്ങനെയാ, നമ്മുടെ ജീവിതം എങ്ങനെയാ, നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എത്രമാത്രം നിർമ്മലരാ? ഈ ലോകത്തോടൊപ്പമാണോ അതോ ദൈവത്തോടൊപ്പമാണോ? രണ്ടും കൂടെ പോകത്തില്ല കേട്ടോ. ചിലര് വിചാരിക്കുന്ന രണ്ടും രണ്ടാ. ഒരു സമയം ഒരു യജമാനനെ സേവിക്കാൻ കഴിയും. സ്വോത്രം, സ്വോത്രം. ഒരുപാട് ഈ വചനത്തിലൂടെ ഒരുപാട് ചിന്തിക്കണം. സമയം മുമ്പോട്ട് പോയി ഞാൻ നിർത്തുകയാണ്. സദ്യക്ക് തിരുമേശ നമ്മുടെ നടുവിലുണ്ട്, കർത്താവിന്റെ തിരുമേശ നമ്മുടെ നടുവിലുണ്ട്. ആ തിരുമേശയുടെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി തിരുമേശ എടുക്കുക കേട്ടോ. സ്വോത്രം. തിരുമേശ എടുക്കുക, എടുക്കുന്നവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം. ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം നിർത്തിയിരിക്കുക. രാത്രി വചനം കേട്ടിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയോടും നേരോടും നിർമ്മലതയോടും ദൈവത്തിൽ നിൽക്കുന്നവർക്ക് തിരുമേശ എടുക്കുവാൻ കഴിയും. ആ വചനത്തിന്റെ പ്രാഗൽഭ്യം, ആ വചനത്തിന് മുമ്പാകെ സമർപ്പില്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സറിയണമെന്ന് ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥനയോടെ ദൈവസ്ഥിതിയിലായിരുന്നാട്ട് എല്ലാ ഹൃദയങ്ങളും ദൈവസ്ഥിതി
കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി